പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെ സ്ക്വയറുകൾ 11, 12 അങ്ങനെ 19 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, 19 വരെയുള്ള സ്ക്വയർ അറിയുമെങ്കിൽ പിന്നെ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ 11 അങ്ങനെ ചെയ്യാറ്. അതല്ലാണ്ട് വേറൊരു മെത്തേഡ് കൂടി പറഞ്ഞു തരാം. നമുക്ക് താല്പര്യമുണ്ടോ നോക്കി നോക്കാം കേട്ടോ. സാധാരണ വിട്ടിട്ട് ഒരു ചെറിയ മാറ്റം. ചിലർക്ക് അറിയുന്നവരുണ്ടാവാം, അവരെ വലിയ ഇത് നോക്കുള്ളൂ കേട്ടോ. അല്ലാതെ നോക്കി നോക്കാം, പറ്റുമോ നോക്കി നോക്കാം. ഞാൻ പോകുന്ന 11 തൊട്ട് 19 വരെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ സാധാരണ 11 സ്ക്വയർ നമ്മൾ 11 into 11 മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഓർമ്മയുള്ളവര് എഴുതും. വേറൊരു മെത്തേഡ് പറയാമെന്ന് പറ്റുമോ നോക്കുമോ? 11 സ്ക്വയർ കാണാൻ ഈ 11ന്റെ കൂടെ ലാസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുക. അപ്പൊ 11 + 1 അല്ലേ വരിക, അപ്പൊ 12. 11 ലാസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുക, 12. ഇനി നിങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ഡിജിറ്റിന്റെ സ്ക്വയർ ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 1, 1ന്റെ സ്ക്വയർ 1. ആൻസറായി. സ്കോർ ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. അപ്പോ ഇനി 12 സ്ക്വയർ, ഇവിടെ 12 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പൊ 12 + 2 14 പ്ലസ് ഇനി 2 ലാസ്റ്റ് ഡിജിറ്റ് 2, 2ന്റെ സ്ക്വയർ 4 അല്ലേ, ആ 4 കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. മൾട്ടിപ്ലൈ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 13 സ്ക്വയർ, 13 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 13 + 3 16. 16ന്റെ കൂടെ നെക്സ്റ്റ് നമ്പർ വരിക 3യുടെ സ്ക്വയർ ആണ്, അത് 9. 14 വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ചെറിയ ശ്രദ്ധയുണ്ട്, നമുക്ക് നോക്കാം. 14 പ്ലസ് ലാസ്റ്റ് ഡിജിറ്റ് 4, 14 + 4 18. 18 ഇനി 4 സ്ക്വയർ 16 ആണ്. അത് സിംഗിൾ ഡിജിറ്റ് അല്ല, 2 ഡിജിറ്റ് ആണ്. അപ്പൊ ഒരു ഡിജിറ്റ് മാത്രമേ നമ്മൾ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ഒരു ഡിജിറ്റ് മാത്രം എഴുതി. ഇവിടെ 18 എടുക്കല്ലേ, ഈ 16ന്റെ 1 ഇതിന്റെ കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 196 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 18 സ്ക്വയർ, 18 + 8 മാനുവലി കാൽക്കുലേറ്റ് 26. 26 8 സ്ക്വയർ 64. 64 ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 26ഉം 64 ആണ് വരിക. അപ്പൊ 4 2 324 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ 19 സ്ക്വയർ നിങ്ങളെങ്ങനെ നോക്കിയോ. അപ്പോ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ്. ഇനി ഈ സ്കോറുകൾ നമ്മൾ ചില പ്രത്യേകത വയ്ക്കുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പൊ 11 സ്ക്വയർ 121 എന്ന് അറിഞ്ഞാൽ 12 സ്ക്വയർ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 11 സ്ക്വയർ 121 ആണെങ്കിൽ 12 സ്ക്വയർ കിട്ടാൻ ഈ 11ന്റെ ഡബിൾ എടുക്കുക. ഡബിൾ ഓഫ് 11 എത്ര? 22 അല്ലേ. ആ 22 എന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുക, അപ്പൊ 23 കിട്ടും അല്ലെ. ഇതിന്റെ ഡബിൾ 22, 22 + 1 23. ഈ 121ന്റെ കൂടെ 23 ആഡ് ചെയ്താൽ നമ്മുടെ അടുത്ത നമ്പർ കിട്ടി 144. അപ്പൊ ഇനി 13 സ്ക്വയർ കിട്ടാനോ? ഡബിൾ ഓഫ് 12 24. 24 + 1 25. ആ 25 ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി, 169 ആയി. ഇനി നമുക്കിനി 14 സ്കോർ കിട്ടുന്നു. 13 സ്കോർ ആണെങ്കിൽ 14 സ്കോർ കിട്ടും. 13 ഡബിൾ ഓഫ് 13 26. 26 + 1 27. ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. അങ്ങനെ ഏത് നമ്പറും നമുക്ക് ആഡ് ചെയ്ത് പോകും. അപ്പൊ ഈ ചെറിയ നമ്പറാണോ, അല്ല നമുക്ക് വലിയ നമ്പറിൽ നോക്കാൻ കഴിയില്ല. ഒരു കുട്ടിക്ക് 91 സ്ക്വയർ ആണ് അറിയേണ്ടത്. 91 സ്ക്വയർ വലിയ നമ്പറാണ്. അപ്പൊ 90 സ്ക്വയർ അറിഞ്ഞാൽ മതി. 90 സ്ക്വയർ അറിയാലോ, 9 × 9 81. അപ്പൊ 8100. ഡബിൾ ഓഫ് 90 180 ആണ് അല്ലെ. ഡബിൾ ഓഫ് 90 180. ഒന്നും കൂടെ ആഡ് ചെയ്യാം, 181. 8281 ആണ് ഇതിന്റെ ആൻസർ. അങ്ങനെ ഏത് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സാധാരണ പഠിക്കുന്നതിലും വിട്ടിട്ട് ഒന്ന് മാറി ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ സ്കോർ അറിഞ്ഞ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, അവരങ്ങനെ നോക്കിക്കോ. അല്ലാത്ത കുട്ടികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.